Today I am going to discuss about the chapter Edited Highlights of BBC Interview with Mark Zuckerberg. So this is a part of the syllabus of AEC first year AEC Commerce students. സോ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. ഇതൊരു വലിയ പാഠമായതുകൊണ്ട് തന്നെ ഒരു ഇൻ്റർവ്യൂ മോഡിലുള്ള വലിയ പാഠമായതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിലും ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ടുണ്ട്. ഇൻട്രൊഡക്ഷനും പിന്നെ പല പല പാർട്സ് ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. സോ അബൌട്ട് മാർക്ക് സുക്കർബർഗ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ഫേസ്ബുക്ക്, അതായത് പേരൻറ്റ് കമ്പനി ഓഫ് മെറ്റ പ്ലാറ്റ്ഫോംസ്. ഒരു അമേരിക്കൻ ബിസിനസ്മാൻ ആണ് മാർക്ക് സുക്കർബർഗ്. 2004 ഫേസ്ബുക്ക് വരുന്നത്. സോ ഫേസ്ബുക്കിൻ്റെ ഒരു ഉദ്ദേശം നമുക്കെല്ലാവർക്കും അറിയാം. ഹിയർ യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് പേഴ്സണൽ പ്രൊഫൈൽസ്, അതേപോലെ വി ക്യാൻ കണക്ട് വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി, സോ ഓൺ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ആണ് കണ്ടക്റ്റഡ് ബൈ BBC ജേർണലിസ്റ്റ്. ഒരു BBC ജേർണലിസ്റ്റ് മാർക്ക് സുക്കർബർഗുമായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് ഹീ ഷെയർസ് ഹിസ് തോട്ട്സ് ഫ്രം ഹിസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടെക് കമ്പനീസ് ടു ദ ഫ്യൂച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓൾസോ അബൌട്ട് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂയിലൂടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന്, റെസ്പോൺസിബിലിറ്റീസ്, ഇതേപോലൊരു ടെക് കമ്പനി അവരുടെ റെസ്പോൺസിബിലിറ്റി, സമൂഹത്തോട് എന്ത് റെസ്പോൺസിബിലിറ്റിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അതേപോലെ എന്താണ് എബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഏത് രീതിയിലാണ് ബാധിക്കുക. അതേപോലെ ഒത്തിരി ചലഞ്ചസും ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയാസിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫ്യൂച്ചർ ഓഫ് ദ സൊസൈറ്റി, അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ സൊസൈറ്റി. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ആദ്യത്തെ ചോദ്യം, അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് ജസ്റ്റ് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് ഫേസ്ബുക്ക് ബട്ട് ഓൺ ദ ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി. അതായത് ഫ്യൂച്ചർ ഓഫ് ദ ഫേസ്ബുക്ക് അതിലപ്പുറത്തൊരു ഫ്യൂച്ചർ ഓഫ് സൊസൈറ്റി, ആ രീതിയിലേക്ക് ഇവരുടെ ഇത് മാറിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എന്നാണ്. അതിൻ്റെ ആൻസറായിട്ട് മാർക്ക് സുക്കർബർഗ് പറയുന്നത്, ഫോർ ദ ലാസ്റ്റ് 10 years മേജർ ഫോക്കസ് ഓഫ് ഫേസ്ബുക്ക് ഈസ് ടു കണക്ട് ഫ്രണ്ട്സ്, ഫാമിലി. നൗ ദ നെക്സ്റ്റ് ഫോക്കസ് ഈസ് ടു ഹെൽപ്പ് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഒരു 10 വർഷത്തോളമായിട്ട് ഇവരുടെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്സ്, ഫാമിലി, ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുക, അതായിരുന്നു ഇവരുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവരുടെ ഒരു ഫോക്കസ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് ടു ഹെൽപ്പ് ടു ബിൽഡ് കമ്മ്യൂണിറ്റീസ്. ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റീസ് അറിയാം, ഒരേ ഇൻറ്റൻഷനുള്ള ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കുക. ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റീസ്, അതായത് ഇപ്പം റിലീജിയസ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർ, അവർക്കൊരു സ്പെസിഫിക് കമ്മ്യൂണിറ്റി, അതേപോലെ സ്പോർട്സ് മേഖലകൾ, അതേപോലെ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഇങ്ങനെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ആൾക്കാർ, അപ്പോൾ അവരെ ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ലോക്കൽ പ്ലേസിൽ രീതിയിലുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ റെഡി ആയിരിക്കും. അതൊരു സർവീസ് എന്നുള്ള രീതിയിൽ അവർ എന്തായാലും എത്തിപ്പെടും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു ഗോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഇതേപോലെയുള്ള കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അവരെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതായി മാറി അവരുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതേപോലെ പുതിയ കമ്മ്യൂണിറ്റീസ് ബിൽഡപ്പ് ചെയ്യാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഷോർട്ട് വേർഷനാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. അബൌട്ട് the role of this kind of global business like Facebook in the lives of people culturally and also about their political voice. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്ലോബൽ ബിസിനസ്സിൽ പെടുന്ന ഒന്നാണ്. അപ്പം അവർ സാംസ്കാരികപരമായിട്ട് ആൾക്കാരുടെ ജീവിതത്തിൽ ഏത് രീതിയിലാണത് ബാധിക്കുക. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു നിലനിൽപ്പ്, അതിനെ പറ്റിയിട്ടാണ് അടുത്ത ചോദ്യം. അപ്പോൾ എൻ്റെ ആൻസർ നോക്കാം. വെൻ ഹി സ്റ്റാർട്ടഡ് ഫേസ്ബുക്ക് ദ മിഷൻ ഈസ് ജസ്റ്റ് ടു കണക്ട് ദ വേൾഡ്. ജസ്റ്റ് ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെ തമ്മിൽ കണക്ട് ചെയ്യുക, ഫാമിലി കണക്ട് ചെയ്യുക, ആ ഒരു ഉദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്.
നൗ ഫോർ വേരിയസ് റീസൺസ് തിങ്സ് ആർ ബിക്കമിങ് മോർ കോൺട്രവേഴ്ഷ്യൽ. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ഫേസ്ബുക്കിൽ ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് കടന്നു വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ, മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോളവൽക്കരണം, അതേപോലെ ഒത്തിരി ലോകത്ത് നിരവധി റാപ്പിഡ് ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. According to him, the safe way to move forward is to make communities, which according to him is a kind of mission. ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള അതർ പ്ലാറ്റ്ഫോംസും ഇന്ന് വാശിയോട് കൂടിയിട്ട് മുമ്പിലുണ്ട്. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിന് ഒരു എക്സിസ്റ്റൻസ് ഭാവിയിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കമ്മ്യൂണിറ്റീസിൻ്റെ എക്സിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മിഷൻ പർപ്പസിന് വേണ്ടി നിലനിൽക്കുന്നതായതുകൊണ്ട് ആ ഒരു രീതിയിൽ ഇവർക്കൊരു നിലനിൽപ്പ്, അവരൊരു സേഫ് എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് ആശ്വസിക്കാം എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, റീസൺസ് ഹി ടച്ച്ഡ് ഓൺ ഗ്ലോബലൈസേഷൻ, അബൌട്ട് ദ റീസൺ ഫോർ വിച്ച് ഹിസ് കണക്റ്റഡ്നെസ് ബിക്കമിങ് കോൺട്രവേഴ്ഷ്യൽ. പിന്നെ അടുത്തത് ചോദിക്കുന്നത് ഗ്ലോബലൈസേഷൻ ഏത് രീതിയിലാണ് ഇതേപോലത്തെ പ്ലാറ്റ്ഫോംസിനെ ബാധിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്. കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഗ്ലോബലൈസേഷനെ കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഒരു കോൺട്രവേഴ്ഷ്യലായിട്ട് ഇതേപോലത്തെയുള്ള ടെക് ബിസിനസ്സിനെ ബാധിക്കുന്നത് എന്നുള്ള രീതിയിലാണ് തേർഡ് ക്വസ്റ്റ്യൻ. Answer. Globalization is really important. People believed that when the world becomes together, everything is going to be better. But in future, it will happen. അപ്പോൾ ഗ്ലോബലൈസേഷൻ അത്യാവശ്യം തന്നെയാണ്. നല്ല ഒത്തിരി പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഗ്ലോബലൈസേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കാരുടെ ഒരു വിശ്വാസമുണ്ട് വേൾഡ് എല്ലാം ഒരൊറ്റ ഇതിലാണെങ്കിൽ, അതായത് ലോകം ഒരൊറ്റ കുടക്കീഴിൽ വരുന്നത് ശരിക്കും എല്ലാം കൊണ്ടും ബെറ്ററാക്കി മാറ്റും, എല്ലാ വശങ്ങളിലും പോസിറ്റീവ് സൈഡ് വരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് നിലവിലുണ്ട്. പക്ഷേ ഫ്യൂച്ചറിൽ ഇതൊക്കെ കുറഞ്ഞു വന്നേക്കാം. ഫ്യൂച്ചറിൽ ഈ ഗ്ലോബലൈസേഷൻ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവന്നേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് എ ഗ്ലോബൽ കമ്മ്യൂണിറ്റി വിച്ച് വർക്ക്സ് ഫോർ എവ്രി വൺ, വിച്ച് പ്രൊവൈഡ്സ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഫോർ ദ നീഡ് വൺസ്. പിന്നെയും സുക്കർബർഗ് പറയുന്നത് എന്താണ്, എവിടെയായിരുന്നാലും ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഏതാവശ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട് എന്ന ഒരു ഉറപ്പ് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒത്തിരി ആൾക്കാർ ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും പോലും ഇല്ലാതിരിക്കുന്ന ഒത്തിരി ആൾക്കാർ പലയിടങ്ങളിലുമുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കുക, അവർക്ക് വേണ്ടുന്നതൊക്കെ സഹായങ്ങൾ ചെയ്യുക, അതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് ഒരു കടമ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നു. But it would create certain challenges that this globalization is going to create for people. പക്ഷേ ഇന്ന് ഈ ഗ്ലോബലൈസേഷൻ ഇന്ന് നിലനിൽക്കുന്നത് കാരണം ആൾക്കാർക്ക് ഒത്തിരി ചലഞ്ചസ്, പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇഫ് പീപ്പിൾ ആസ്ക് us this question, is the direction to the humanity come together more or not, we have to say yes. പിന്നെ ആൾക്കാർ നമ്മളോട് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചേക്കാം, മനുഷ്യത്വം, അതായത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു കടമ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അത് കൂടിക്കൂടി വരികയാണോ, ആ രീതിയിലാണോ നിങ്ങളുടെ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് യെസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോക്കസ് കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം പറയുന്നൊരു കാര്യമുണ്ട്, ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഗ്ലോബൽ കമ്മ്യൂണിറ്റി വർക്ക്സ് ഫോർ ഓൾ. അതായത് ഗ്ലോബൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇവിടെയുള്ള മൊത്തം സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ അവരവരുടെ ഒരു പാർട്ട് എടുക്കണം. ഇൻ ഓർഡർ ടു ബിൽഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടു എംപവർ പീപ്പിൾ. ആ രീതിയിലേക്ക് എല്ലാവരും തന്നെ തിരിയണം. എന്നാൽ മാത്രമാണ് ഇവിടെ ഒരു സക്സസ് റൂട്ടിലേക്ക് ഇത് പോകുകയുള്ളൂ. ഇറ്റ് ക്രിയേറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എവ്രി വൺ, നോട്ട് ജസ്റ്റ് സം പീപ്പിൾ. അങ്ങനെയാണെങ്കിലാണ് എല്ലാവരുടെയിലേക്കും ഒരു ശ്രദ്ധ പോകുകയുള്ളൂ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അതായത് ആ രീതിയിലേക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ ഉറപ്പ് വരുത്തണമെങ്കിൽ, അതായത് ജസ്റ്റ് ഇവരുടെ
നടത്തുന്നവർക്ക് ഈ ഫേസ്ബുക്ക് ഇതേപോലെ ഒരു പെർട്ടിക്കുലർ ടെക് ബിസിനസ് അവിടുത്തെ ക്രിയേറ്റേഴ്സ് മാത്രം വിചാരിച്ചാൽ അത് നടക്കില്ല എന്നാണ് പറയുന്നത്. എവ്രി വൺ ഷുഡ് ടേക്ക് ദെയർ ഓൺ പാർട്ട് ഇൻ ഓർഡർ ടു ടേക്ക് കെയർ ഓഫ് ദ പീപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് അബൌട്ട് ദ റോൾ ഓഫ് ലാർജ് ഗ്ലോബൽ businesses and about their role that people would say more important than government and church. അപ്പോൾ ഇതേപോലെയുള്ള ഗ്ലോബൽ ബിസിനസ് ഫേസ്ബുക്ക് പോലെയുള്ളത്, അപ്പോൾ അവരുടെയൊക്കെ ഒരു റോള് ആൾക്കാർ പറയുന്നത് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഗവൺമെൻറ്റിനെക്കാട്ടും, അതായത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസായ ഇപ്പോൾ ചർച്ച് ആണെങ്കിൽ അങ്ങനത്തെ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ ചെയ്യുന്നതിനെക്കാട്ടും ഗവൺമെൻറ്റിനെക്കാട്ടും ഒക്കെ മുകളിലാണ് ഇതേപോലത്തെ ലാർജ് ഗ്ലോബൽ ബിസിനസ്സിന് അവർ പാലിക്കേണ്ട കുറേ റോൾസ് ഉണ്ട്. അതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ചോദിക്കുന്നത്. സുക്കർബർഗ് തുടക്കത്തിലേ പറയുന്നുണ്ട്, ഞാൻ അതേപോലത്തെ കമൻസ് അങ്ങനത്തേതൊന്നും കാര്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. ബട്ട് വാട്ട് ഹി മൈൻഡ്സ് ഇസ് അബൌട്ട് ദ പ്ലേസസ് ദേ ക്യാൻ ഹെൽപ്പ് ഔട്ട്. അവർ ഏതൊക്കെ രീതിയിൽ ഇതേപോലെയുള്ള ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോമിന് അവർക്ക് ആൾക്കാരിലേക്ക് അവരുടെ സഹായം എത്തിക്കാൻ കഴിയും, അതിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലും ശ്രദ്ധ കൊടുക്കാറ്. പീപ്പിൾ സീ എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഇൻ എക്കണോമിക് സ്പിയർ റിലേറ്റഡ് ടു ജോബ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിൽ ഒന്നെന്ന് പറഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതാണ്. അതായത് സാമ്പത്തിക മേഖലയിൽ ഒരുപാട് ചലഞ്ചസ് ഇന്ന് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഫേസ്ബുക്കിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പല പല കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും അതേപോലെയുള്ള മോട്ടീവ് ഈ ഫേസ്ബുക്കിനുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് അവർ പ്രൈമറി ഫോക്കസ് is not that we have not reached a unique position to help out with. പക്ഷേ ഫേസ്ബുക്കിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അവരുടെ പ്രൈമറി ഫോക്കസ് ഇതല്ല. കാരണം ഇത്രയും ആൾക്കാർ ഇപ്പോൾ സാമ്പത്തികമായിട്ടൊരു നല്ല നിലയിൽ എത്തിക്കുക, അത്രയ്ക്കും ഈ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമും എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് മുകളിലുള്ള അതർ ഗവൺമെൻറ് അവരൊക്കെ അതിൻ്റെ ഒരു പാർട്ടാകാം എന്ന രീതിയിലൊരു സജഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ പറയുന്നത് പീപ്പിൾ ആക്ച്വലി നീഡ്സ് സോഷ്യൽ അവെയർനെസ്. അപ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അതാണ്, സോഷ്യൽ അവെയർനെസ്. സോ വി ആർ സ്ട്രോങ് ഇനഫ് ടു സ്ട്രെങ്തൻ ദ എക്സിസ്റ്റിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിൽഡ് ന്യൂ. അപ്പോൾ അത് കൊടുക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമുക്കുണ്ട്, അപ്പോൾ അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതേപോലെ പുതിയ ന്യൂ കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ദേ വിൽ ഡു വാട്ട് എവർ ദേ ക്യാൻ, ബട്ട് ഹി ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ദിസ് റെസ്പോൺസിബിലിറ്റി ഈസ് യുണീക്ക് ടു ഫേസ്ബുക്ക് ഓൺലി. അപ്പോൾ ഇതേപോലത്തെ ഒരു സർവീസ് നമ്മൾ മാത്രം ചെയ്യുക എന്ന് പറയുന്നില്ല. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഇത് ഞങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ആർക്കും ഇതേപോലെയുള്ള പല ഓർഗനൈസേഷൻസും സ്റ്റാർട്ട് ചെയ്യാം. തിങ്സ് അബൌട്ട് ദ പോസിറ്റീവ് ചേഞ്ചസ്, അതായത് ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പോസിറ്റീവ് ചേഞ്ചസ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ശേഷി ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്ന രീതിയിൽ ആണ് ഇവിടെ പറയുന്നത്.